ഹായ് മക്കൾസ്, വെൽക്കം ബാക്ക്. എടാ 9ാം ക്ലാസ് ഫിസിക്സ് ആണെങ്കിലും 10ാം ക്ലാസ് ഫിസിക്സ് ആണെങ്കിലും പ്രോബ്ലംസ് ഇല്ലാത്ത ഒരു ഫിസിക്സ് എക്സാം ഇന്നേ വരെ നടന്നിട്ടില്ല. സോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ട് എന്തുണ്ടാവും? പ്രോബ്ലംസ് ഉണ്ടാവും. ആ പ്രോബ്ലംസ് നിങ്ങൾക്ക് നല്ല ഉഷാറായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ വേണ്ട ഒരു കാര്യം ഇക്വേഷൻസ് അറിയാമെന്നുള്ള കാര്യമാണ്. ബാക്കിയൊക്കെ ഞാൻ ഇന്നത്തെ രാത്രിത്തെ ലൈവിൽ സെറ്റാക്കി തരാം. സോ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യടാ, ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഫുൾ ചാപ്റ്ററിൻ്റെ ഇക്വേഷൻസ് പറഞ്ഞുതരും. അത് നിങ്ങൾ പഠിക്കുക, സെറ്റാക്കുക, പൊളിയാക്കുക, എന്നിട്ട് രാത്രിത്തെ ലൈവിൽ അങ്ങോട്ട് വരിക. തുടങ്ങിയല്ലേ? സോ നമുക്ക് ആദ്യം 1ാമത്തെ പാഠത്തിൽ ഇക്വേഷൻ നോക്കാം. എടാ 1ാമത്തെ പാഠത്തിൽ ആകെ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ പഠിക്കാനുള്ളൂ. അപവർത്തനാങ്കം കാണാനുള്ള ഇക്വേഷൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷൻ n = c/v. n = c/v. സെറ്റ് അല്ലേ? ഇനി നമുക്ക് നേരെ 2ാമത്തെ പാഠത്തിലേക്ക് നോക്കാം. 2ാമത്തെ പാഠത്തിൽ എന്താ? പാഠത്തിന്റെ പേരെന്താ? ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങൾ. സോ പ്രധാനമായിട്ട് എത്ര നിയമങ്ങളുണ്ട്? 3 ഒന്നാമത്തെ എന്താടാ? v = u + at. രണ്ടാമത്തെ എന്താ? s = ut + ½ at². ut + ½ at². മൂന്നാമത്തെ എന്താ? v² = u² + 2as. v² = u² + 2as. ഇത് എന്തായാലും പഠിക്കണം. ഇതിൽ ഏതെങ്കിലും വെച്ചുള്ള പ്രോബ്ലം ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെ ഈ പാഠത്തിൽ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, ആക്സലറേഷൻ, ത്വരണം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? a = v - u/t. v - u/t. u എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്, ആദ്യ പ്രവേഗമാണ്. v എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി ആണ്. t എന്ന് പറഞ്ഞാൽ സമയമാണ്. പിന്നെ ചോദിക്കുന്നത് സ്പീഡും വെലോസിറ്റിയും കാണാനുള്ള ഇക്വേഷനാണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ വേഗത. സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം, ദൂരം ബൈ സമയം. വെലോസിറ്റി അഥവാ പ്രവേഗം = ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, സ്ഥാനാന്തരം ബൈ സമയം. ഓക്കെ അല്ലേ? ഇതാണ് ആ പാഠത്തിലെ ഇക്വേഷൻസ്. റെഡി അല്ലേ? നോ പ്രോബ്ലം. വേണമെങ്കിൽ ബാക്കോട്ട് അടിച്ചോളി, പിന്നെയും കണ്ടോളി. ഇതിന് നോട്ട് കിട്ടാനുള്ള വഴിയൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. സോ ഇതിൽ നമ്മൾ 3ാമത്തെ പാഠത്തിലേക്ക് കിടക്കാൻ പോവുക. ഏതാണ് നമ്മളെ 3ാമത്തെ പാഠം? ലോസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങൾ. ഈ പാഠത്തിൽ ആദ്യം പഠിക്കാനുള്ളത് റിസൾട്ടന്റ് ഫോഴ്സ് കാണാനാ, പരിണത ബലം കണ്ടെത്താനാ. അതിന് ആദ്യം എന്താ ചെയ്യേണ്ടി? രണ്ട് ബലങ്ങളും ഒരേ ഡയറക്ഷൻ ആണോ ഓപ്പോസിറ്റ് ആണോ നോക്കുക. അതിപ്പോൾ ഓപ്പോസിറ്റാ. ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടി? രണ്ടും കൂടി അങ്ങോട്ട് കൂട്ടിയാൽ മതി. സോ റിസൾട്ടന്റ് ഫോഴ്സ്, പരിണത ബലം കണ്ടെത്തണമെങ്കിൽ രണ്ടും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ രണ്ടും കൂടി കൂട്ടുക. എന്നാൽ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടി? ഒന്നിൽ നിന്ന് മറ്റൊന്ന് കുറയ്ക്കുക. ഇതാണ് ആ പാഠത്തിലെ 1ാമത് മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്നുള്ള ഈ ട്രയാങ്കിളാ. F = അമ്മേ അമ്മേ അമ്മേ, F = ma, m = f/a, a = f/m, a = f/m. പിന്നെ പോയിട്ട് വന്നിട്ട് ആ പാഠത്തിലുള്ളത് മൊമെന്റാ. സോ ഇതിലെ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ എന്താ? p = mv. പിന്നെ ഈ പാഠത്തിൽ 2 മൊമെന്റ് ഉണ്ട്. ഒരാൾക്ക് 2 സ്പീഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ആദ്യത്തെ മൊമെന്റും കാണണം, അവസാനത്തെ മൊമെന്റും കാണണം. ഇനീഷ്യൽ മൊമെന്റം, 1ാമത്തെ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ എന്താടാ? p = mu. u എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി. സാറേ അവസാനത്തെ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ എന്താ? സോ ഫൈനൽ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ ആണ് p = mv. v എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി. പിന്നെ അടുത്ത എന്താ ഈ പാഠത്തിൽ ചോദിക്കുക? ചേഞ്ച് ഇൻ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞാൽ mv - mu ആണ്. ഫൈനൽ മൊമെന്റത്തിൽ നിന്ന് ആദ്യ മൊമെന്റം കുറയ്ക്കുക. വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇനി അടുത്ത എന്താ ചോദിക്കുക? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം, മൊമെന്റ് വ്യത്യാസം ബൈ സമയം. അതെങ്ങനെ കാണുക? mv - mu/t, mv - mu/t. സെറ്റ് അല്ലേ? ഇത്രയും ഈക്വേഷൻസ് നിർബന്ധമായിട്ടും ആ പാഠം പഠിക്കണം. ഒരു കോംപ്രമൈസും ഇല്ല. സെറ്റ് ആക്കുക. ഇത് പഠിച്ചിട്ട് മാത്രം ഇന്നത്തെ ലൈവിൽ വരിക. പിന്നെ നമുക്ക് നേരെ അടുത്ത പാഠത്തിലേക്ക് കിടക്കാം. അടുത്ത പാഠം ഏതാണ്? 4ാമത്തെ പാഠം, ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷണം. ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ലോകത്തുള്ള ഏതെങ്കിലും 2 വസ്തുക്കൾ, ഭൂമിയല്ല ഏതെങ്കിലും 2 വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താടാ? F = gm1 m2/d². അതിൽ m1 എന്ന് പറഞ്ഞാൽ 1ാമത്തെ ആളുടെ മാസാണ്, m2 എന്ന് പറഞ്ഞാൽ 2ാമത്തെ ആളുടെ മാസാണ്, d എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ദൂരാണ്. അതിൽ വലിയ g ഉണ്ട്. വലിയ g എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ 6.67 × 10⁻11 nm²/kg². ഒന്ന് പഠിക്കൂലേ? എന്നാൽ ഭൂമിയും ഒരാളും തമ്മിലുള്ള ഐ ലവ് യു, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഗ്രാവിറ്റേഷൻ, അത് കാണാനുള്ള ഇക്വേഷൻ എന്താ? F = ചെറിയ g അല്ല, F = gm m/r². F = gm/r². അതിൽ വലിയ m എന്ന് പറഞ്ഞാൽ ഭൂമിന്റെ മാസാണ്, ചെറിയ m എന്ന് പറഞ്ഞാൽ നമ്മുടെ മാസാണ്, r എന്ന് പറഞ്ഞാൽ ഭൂമിന്റെ റേഡിയസ് ആണ്. ഇതിൽ അഭിപ്രായമൊന്നും ആർക്കില്ല എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ പാഠത്തിൽ എന്താ എക്സാമിന് വയ്ക്കുക? ഈ ഇക്വേഷൻ F = gm1 m2/d² ഇല്ലേ, ഇതിന്ന് ഡിസ്റ്റൻസ് എങ്ങനെ കാണാമെന്ന്? d² = gm1 m2/f. കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ഈ പാഠത്തിലെ മറ്റൊരു ഇക്വേഷൻ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഭൂഗുരുത്വ ത്വരണം കാണാനുള്ള ഇക്വേഷനാണ്. അതെന്താണ് ഇക്വേഷൻ? ചെറിയ g = വലിയ g വലിയ m/r².
ചെറിയ ജി ഈസ് ഈക്വൽ ടു വലിയ ജി വലിയ എം ബൈ ആർ സ്ക്വയർ. ചെറിയ ജി ഈസ് ഈക്വൽ ടു വലിയ ജി വലിയ എം ബൈ ആർ സ്ക്വയർ. സെറ്റ് അല്ലേ? എതിരഭിപ്രായങ്ങളൊന്നും ആർക്കില്ലല്ലോ. പിന്നെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ഡബ്ല്യു ഈസ് ഈക്വൽ ടു എം ജി. വെയിറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു എം ജി. ഇതിങ്ങനെ ട്രയാങ്കിൾ ആക്കി തന്നെ പഠിക്കുക. കാരണം എന്താ? ഡബ്ല്യു ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ജി. മാസ് കാണാൻ ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടി? എം ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ജി. ജി ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടി? ജി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ എം. സെറ്റ്. ആ പാടും കഴിഞ്ഞ്. ഇനി നമുക്ക് അഞ്ചാമത്തെ പാഠം നോക്കാം. അഞ്ചാമത്തെ പാഠം ഏതാ? ബോയൻസി, പ്ലവക്ഷമ ബലം. ഇവിടുന്ന് ആകെ ചോദിക്കണം എന്താടാ? ഒന്ന്, ബോയൻസി എങ്ങനെ കാണാമെന്ന്, പ്ലവക്ഷമ ബലം എങ്ങനെ കാണുന്നു. ഇങ്ങനെ കാണുക, വെയിറ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഇൻ വാട്ടർ. വായുവിലെ ഭാരത്ത് നിന്ന് ജലത്തിലെ ഭാരം കുറച്ചാൽ മതി. പിന്നെ ഒരു വഴി കൊണ്ടല്ലോ. പിന്നെ മറ്റേ വഴി ഏത്? വഴിയല്ല. പിന്നെ ഇവിടെ പഠിത്തം ചോദിക്കുന്ന മറ്റൊരു ഇക്വേഷൻ എന്താ? റിലേറ്റീവ് ഡെൻസിറ്റി, ആപേക്ഷിക സാന്ദ്രത കണക്കാക്കാനുള്ള ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. വസ്തുവിൻ്റെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രത. ജലത്തിൻ്റെ സാന്ദ്രത എപ്പോഴും എത്രയാടാ? 1000 ആണ്. കഴിഞ്ഞ് അവസാനമായിട്ട് നമ്മൾ ആറാമത്തെ പാഠത്തിൻ്റെ പേരെന്താ? വർക്ക് ആൻഡ് എനർജി. ഇവിടെ രണ്ട് ഇക്വേഷനാണ് പഠിക്കാനുള്ളത്. ഒന്ന്, ഒരാളെ ഞാൻ തള്ളുകയാണെന്നുണ്ടെങ്കിൽ ഉന്തുവണ്ടി തള്ളി അങ്ങനെയൊക്കെ തള്ളുകയാണെങ്കിൽ നമ്മൾ ചെയ്ത വർക്ക് കാണാനുള്ള ഇക്വേഷൻ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് എന്നാണ്. ഡബ്ല്യു ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് എന്നാണ്. എന്നാൽ ഞാൻ ഒരാളെ പിടിച്ച് ഉയർത്തി എന്നിരിക്കുക. ഒരു ക്രെയിൻ ഒരാളെ പിടിച്ച് ഉയർത്തുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് കാണാനുള്ള ഇക്വേഷൻ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എം ജി എച്ച് എന്നാണ്. എം ജി എച്ച്. സെറ്റ് അല്ലേ? ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സകലമാന ഇക്വേഷൻസും ഇത് വെച്ചുള്ള പ്രോബ്ലംസും ഒക്കെ നമ്മൾ ഇന്നത്തെ രാത്രികത്തെ ലൈവിൽ പറഞ്ഞുതരും. സോ രാത്രികത്തെ ലൈവിൽ നിർബന്ധമായിട്ടും വരണം, ഫ്രണ്ട്സിനെയും കൂട്ടി വരണം. നമുക്ക് ക്രിസ്മസ് എക്സാം പൊളിച്ചെടുക്കാം. നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട്. ഇനി അതല്ല, ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ വേണം, പെട്ടെന്ന് തന്നെ വേണമെന്ന അഭിപ്രായമുള്ള ആൾക്കാർ ഇപ്പം തന്നെ നമ്മൾ ഈസി ഫിസിക്സ് എന്നുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഈസി ഫിസിക്സ് എന്നുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഈസി ഫിസിക്സ് ക്ലാസ് 9 എന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഇനി അതല്ല, നമ്മളെ എല്ലാ വീഡിയോസിൻ്റെയും ഈ എജുപോർട്ടിൻ്റെ ഫുൾ ക്ലാസ്സിൻ്റെയും നോട്ട്സ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് എവിടെ കിട്ടുക? താഴെ കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇന്ന് രാത്രിക്കത്തെ ലൈവിൽ കാണാം. അവിടെ വെച്ച് നമുക്ക് പൊളിച്ചടക്കാം. നാളത്തെ എക്സാം നമുക്ക് അടിപൊളിയാക്കാം. ബൈ.